വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സൺഡേ ആയിട്ട് രാവിലെ തന്നെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചിക്കൻ വാങ്ങിക്കാനാണ് പോയത് കേട്ടോ. ഒന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ കുറേ ദിവസമായി മക്കൾക്ക് ചിക്കനൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ചിക്കൻ കഴിക്കത്തില്ല, അപ്പോൾ അച്ഛന് വേണ്ടി സ്പെഷ്യൽ മീൻ വേണം. അപ്പോൾ നമ്മൾ മീൻ കടയിൽ വന്നു, അവിടെ നിന്ന് മീൻ വാങ്ങിച്ചു. വണ്ടിയിലപ്പോൾ പെട്രോൾ കുറവായിരുന്നു, അപ്പം നമ്മുടെ അടുത്ത് തന്നെ പെട്രോൾ പമ്പും ഉണ്ട്. അവിടുന്ന് പെട്രോളും അടിച്ച് വീട്ടിൽ വന്നു. പിന്നെ മക്കൾക്ക് ഒരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മുടെ കുക്ക് ടോപ്പിൽ നമ്മൾ അലൂമിനിയം കലത്തിൽ വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ നമ്മൾ ചിക്കൻ കറിയും കുക്ക് ടോപ്പിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ അറിയാം. പിന്നെ ഇനി കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ നോർമൽ ഒരു ചിക്കൻ കറി തന്നെ അങ്ങോട്ട് സെറ്റ് ആക്കി കേട്ടോ. നോർമലായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി ചിക്കൻ കറി വെച്ചു. പിന്നെ നമ്മുടെ പുതിയ നോൺ സ്റ്റിക്ക് പാനിൽ ഞാനൊരു ചിക്കൻ ഫ്രൈയും കൂടി തട്ടി കൂട്ടിയായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഒന്ന് ഞാൻ ഒരുപാട് വട്ടം ഇട്ടിട്ടുള്ളതാണ്. ഗ്രീൻ ചിക്കനായിട്ട് ഞാനൊരു വെറൈറ്റി രീതിയിലാണ് വെച്ചത് കേട്ടോ. പിന്നെ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്ന കറികൾക്കെല്ലാം ഞാൻ റെസിപ്പി ഇടാം. അപ്പോൾ ഇത് മക്കൾക്കെടുത്ത കറിയും പിന്നെ കുറച്ച് ചീനി വേവിച്ചും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു അടിപൊളി ഊണ് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് നമുക്ക് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചിയുടെ വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോകാനായിട്ട് ഞാൻ റെഡിയായി. ഞാൻ ബർത്ത്ഡേക്ക് ഇട്ട കമ്മലൊക്കെയാണ് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ ഈ ടോപ്പ് ഒരുപാട് നാളിന് ശേഷമാണ് ഇടുന്നത് കേട്ടോ. പ്രഗ്നൻ്റ് സമയത്തൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഋഷിക്കുട്ടൻ ഉറങ്ങിയിട്ട് പിന്നെ ബർത്ത്ഡേക്ക് ഋഷിക്കുട്ടന് കിട്ടിയൊരു ഗിഫ്റ്റാണ് ഈ ഷൂ. അതൊക്കെ ഇട്ട് പിന്നെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കിട്ടിയ അൺബോക്സിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അനിതയമ്മയും സംഗീതയും അലിയൻസും അരിക്കലേട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. ഒരു 8 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. പുതിയ വീഡിയോ സ്റ്റേ ട്യൂൺഡ്. ബൈ.